14 വയസ്സുള്ള ആൺകുട്ടിക്ക് അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലവേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ആ വേദന വരുന്നത്. വേദന വരുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, മൂക്കിൽ നിന്ന് ഇങ്ങനെ ദ്രാവകം പുറത്തോട്ട് വരും. ഉറങ്ങാൻ ശ്രമിക്കും, പക്ഷേ ഉറങ്ങിയത് കൊണ്ടൊന്നും അത് മാറുന്നില്ല, പിന്നെയും തലവേദന ബാക്കിയുണ്ട്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഇടയ്ക്ക് ഈ തലവേദന വന്ന് ഉണർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു. ഈ തലവേദന ഒരു കഴപ്പ് പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രായത്തിലൊക്കെ തലവേദന വന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദനയാണോ എന്നാണ് സംശയിക്കുക. അപ്പോൾ ഇത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ളൊരു തലവേദനയാണ്. ഇപ്പോൾ മൈഗ്രെയിൻ പോലെ തന്നെ സാധാരണമായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന, ഒരുപക്ഷെ ഈ മൈഗ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന തരം തലവേദനയായിരിക്കാം ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്കും മൈഗ്രെയിനും തമ്മിൽ വ്യത്യാസമാണ്. അത് രണ്ടും വ്യത്യാസമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം രണ്ടിൻ്റെയും ചികിത്സ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന തലവേദനയാണ്. അപ്പോൾ ഈ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന തലവേദനകളായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അത് ഭേദപ്പെടുത്താനുള്ള ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും.